ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആ പ്രശ്നങ്ങളെ നേരിടുന്ന രീതിയാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾ നേരിടുന്ന രീതി ആയിരിക്കില്ല പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾ നേരിടുന്ന രീതി. നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിനെ അവർ വലുതാക്കി കാണും. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, ഇതിൽ നിന്ന് എനിക്ക് മറികടക്കാനാവില്ല, അങ്ങനെ പലതും ആലോചിച്ച് കൂട്ടും. നേരെ മറിച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുടെ ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ എങ്ങനെ മറികടക്കാം, ഇതിൽ നിന്നും എന്ത് പാഠമാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത്, ഇതിൽ നിന്നും മറികടക്കാൻ എന്തൊക്കെ വഴികളാണ് ഞാൻ കൈപ്പറ്റേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ചിന്തയിലേക്ക് വരിക. പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അദ്ദേഹം എന്താവില്ല, ആ പ്രശ്നങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡോറ് പോയി മുട്ടി നോക്കിയാലും അത് അടഞ്ഞതായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളാണെന്നുണ്ടെങ്കിലോ അത് എങ്ങനെ തുറക്കാമെന്നും അതിൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും വഴികളുണ്ടോയെന്നും അങ്ങനെയൊക്കെ നോക്കാൻ ശ്രമിക്കും. പ്രശ്നം വന്നാൽ അതിൽ പാനിക് ആകാതിരിക്കുക, അതിൽ പാനിക് ആകാതെ അതിൽ നിന്നും എങ്ങനെ മറികടക്കാം, അതിൽ നിന്നും ഞാൻ എന്ത് പാഠാണ് ഉൾക്കൊള്ളേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നെഗറ്റീവ് വശങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നമ്മുടെ വസ്ത്രം, വാഹനം, പാർപ്പിടം അങ്ങനെ കാര്യങ്ങൾ ചേഞ്ച് ആകുന്നതോടുകൂടെ അല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് ചേഞ്ച് ആകുന്നോ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക. അതുകൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി പ്രവർത്തിക്കുക, പോസിറ്റീവായി ജീവിക്കുക.